ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇതിലെ നായകൻ ആഡം ഹിച്ചൻസ്. ഇയാൾ ഒരു കൺസർവേഷനിസ്റ്റ് ആണ്. പുള്ളി സ്പെഷ്യലൈസ് ചെയ്യുന്നത് പ്രകൃതി, സസ്യങ്ങൾ, മരങ്ങൾ, അതിൽ വളരുന്ന ഫംഗസ്, ഇതിലൊക്കെയാണ്. ഇയാളുടെ നാട് ലണ്ടനാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ റിസർച്ചും കാര്യങ്ങൾക്കും വേണ്ടി ഒരു ഷിപ്പിൽ ഇയാള് അയർലാൻഡിലേക്കുള്ള യാത്രയിലാണ്. കൂടെയുള്ളത് ഭാര്യയും മകനും. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ക്ലെയർ. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞു മകനാണ്, അവന്റെ പേര് ഫിൻ. പിന്നെ ഇവർക്കൊരു പട്ടിയും കൂടെ ഉണ്ട്, അതിന് ഇഗ്ഗി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരവരുടെ കാറിൽ നേരെ പോകുന്നത് അവർക്ക് താമസിക്കേണ്ട വീട്ടിലേക്കാണ്. ഇനിയിപ്പോൾ ആ വീട് എവിടെയാണ് അതിപ്പോൾ കാണിക്കുന്നില്ല, എങ്കിലും ഞാൻ പറയാം. കൊടുങ്കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു വില്ലേജിനകത്താണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് സെറ്റായതിനു ശേഷം രാവിലെ തന്നെ അയാൾ കാട്ടിലേക്ക് ഇറങ്ങി. ക്ലെയർ വീട്ടിൽ പണിയായതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ബാഗിലായിട്ട് അയാൾ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല കൂടെ നമ്മുടെ ഇഗ്ഗിയും ഉണ്ട്. കൊടുങ്കാടാണ്, ഇടതൂർന്ന വനങ്ങൾ. ആ ഏരിയയിലൊന്നും ഒറ്റ മനുഷ്യജീവിയെ പോലും കാണുന്നില്ല. അങ്ങനെ ഒരു മരത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ അതിൽ നിന്നും സാമ്പിൾസ് ഒക്കെ ചെക്ക് ചെയ്തു. മാത്രമല്ല അയാൾ പരിശോധിച്ച മരങ്ങളൊക്കെ അയാൾ ഒരു ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് എന്തോ ഒരു കാര്യം കണ്ട് ഇഗ്ഗി അവിടെ നിന്ന് ഓടിപ്പോയത്. അതിനെ തുടർന്ന് ആഡം ഇപ്പൊ ഇഗ്ഗിയുടെ പുറകെ പോവാണ്. ഇതേ സമയത്ത് ക്ലെയർ ആണെങ്കിൽ വീട്ടിലെ പണിയിൽ തന്നെയാണ്. അവളിപ്പോ മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറി അവിടെ ജനലിലൊക്കെ ഇരുമ്പ് പട്ടകൾ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനലിലും ഇതുപോലത്തെ പട്ടകൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മൊത്തം മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് അവൾ കുഞ്ഞിന് ആഡമിന്റെ കൂടെ വിട്ടത്. ഈ സമയം ആഡം ആണെങ്കിൽ ഇഗ്ഗിയുടെ പുറകെ തന്നെ നടക്കാണ്. പക്ഷെ അവൻ എങ്ങോട്ടാണ് പോയത് എന്ന കാര്യം മാത്രമേ മനസ്സിലാവുന്നില്ല. അങ്ങനെ നടന്ന് അയാൾ മരത്തിന്റെ ഒരു പാലത്തിലെത്തി. ഇപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിനടിയിലൂടെ ഒരു അരുവി ഒഴുകുന്നതാണ്. ആ പാലത്തിലേക്ക് കയറിയ സമയം പുറകിലിരിക്കുന്ന ഫിൻ കരയാൻ തുടങ്ങി. ആ കരച്ചിലിനടിയിൽ അവന്റെ വായിൽ വെച്ചെടുത്ത സാധനം ഉണ്ടല്ലോ, അതിപ്പോ താഴേക്ക് വീണു. നേരെ ചെന്ന് വീണത് ആ നദിയിലേക്കാണ്. അതിനെ തുറന്ന് അത് അവിടെ നിന്ന് ഒഴുകിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറെ കൂടെ നടന്ന് ആഡം ഇപ്പൊ ഇഗ്ഗിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്, നല്ല വലുപ്പം ഉണ്ടായിരുന്നു ആ വീടിന്. ആഡം ഇപ്പൊ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ ഇഗ്ഗി വേഗം ആ വീട്ടിനകത്തേക്ക് ഓടി പോവാണ്. അതിനെ തുടർന്ന് ആഡം ആ വീട്ടിലേക്ക് കയറി. ആ വീട്ടിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ആ പരിസരത്തൊന്നും ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ല. അങ്ങനെ അവിടുത്തെ ആ പരിശോധനയിലാണ് ഇഗ്ഗി ഒരു റൂമിലേക്ക് ചെന്നിട്ട് വല്ലാണ്ട് കുരയ്ക്കുന്നത്. അത് കണ്ട് സംശയം തോന്നുന്ന ആഡം ആ റൂമിലേക്ക് വന്ന് പരിശോധന തുടങ്ങി. അവിടെയൊക്കെ കാണാൻ പറ്റിയത് ചത്ത് കിടക്കുന്ന ഒരു മൃഗത്തെയാണ്. അയാൾ ചെന്നിട്ട് ആ മൃഗത്തിനെ പരിശോധിച്ചു. അതിന്റെ തലയിലായിട്ട് എന്തോ ഒരു ഫംഗസ് പോലെ വളർന്നിട്ടുണ്ട്. അതിപ്പോ അതിന്റെ തല തുളച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. കറുത്ത കളറായിരുന്നു അതിന്. ആഡം വേഗം തന്നെ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം ആ സാമ്പിളൊക്കെ കളക്ട് ചെയ്തു. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് അതെന്താണെന്ന് പരിശോധിക്കണം. ഈ സമയം ക്ലെയർ ആണെങ്കിൽ ആ ഇരുമ്പ് പട്ടകൾ ഊരുന്ന പണിയിൽ തന്നെയാണ്. അതിനിടയിലാണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഡോൺലി എന്ന് പറഞ്ഞൊരുത്തും വരുന്നത്. അയാളുടെ മകനും ഉണ്ട്. അയാളെ കണ്ടപ്പം ക്ലെയർ വേഗം താഴേക്ക് ഇറങ്ങി. എന്റെ അവള് പറയുന്നത്, സോറി മിസ്റ്റർ ഡോൺലി, അദ്ദേഹം ഇപ്പോൾ വീട്ടിലില്ല. എന്നാൽ ഡോൺലി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അയാൾ ഇവിടെ ഇല്ല എന്ന കാര്യം എനിക്കും അറിയാം. പുള്ളി കാട്ടിലേക്ക് കയറിയതല്ലേ, കൂടെ നിങ്ങളുടെ കുഞ്ഞു മകനും ഉണ്ടല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പല തവണ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വരരുതെന്ന്. എന്നിട്ട് അവൻ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാട്ടിൽ കയറുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് അവന്റെ ജോലിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് അപകടമാണ്. അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് വന്നാൽ ഇന്ന് രാത്രി തന്നെ എന്നെ വന്ന് കാണാൻ പറയണം എന്നും പറഞ്ഞിട്ട് ഡോൺലി അവിടെ നിന്ന് പോയി. അയാൾ ആ പറഞ്ഞൊക്കെ കേട്ട് അവക്കാണെങ്കിൽ ശരിക്കും ഡൗട്ടായി. അങ്ങനെ ഡോൺലിയും മകനും അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ക്ലെയർ വീടിനകത്തേക്ക് വന്നു. എന്നാൽ ഈ സമയം അവൾ നോക്കുമ്പോൾ ആഡവും മകനും വീടിനകത്ത് നിൽക്കുന്നു. അയാൾ മനഃപൂർവ്വം ഡോൺലിയെ കാണാൻ വരായിരുന്നതാണ്. ഈ സമയം അവൾ അവനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ആ ഡോൺലി വന്നത് നിങ്ങൾ കണ്ടില്ലേ? പോയി ഒന്ന് സംസാരിക്കുക അയാളോട്, അല്ലെങ്കിൽ പ്രശ്നമാവും. അതെനിക്കും അറിയാം, പക്ഷെ ഇന്ന് വേണ്ട. അതെന്താ ഇന്ന് സംസാരിച്ചാല്? നിങ്ങളൊന്ന് ചെന്ന് സംസാരിക്കുക, എന്താണ് അയാൾക്ക് പറയാനുള്ളതെങ്കിലും കേൾക്കാലോ. ഞാൻ അയാളോട് പല തവണ സംസാരിച്ചിട്ടുള്ളതാണ്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നാലും എന്നെ ഇവിടുന്ന് പുറത്താക്കണം, അതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എന്റെ വർക്കൊക്കെ തീരട്ടെ, എന്നിട്ട് ഞാൻ അയാളെ പോയി കണ്ടോളാം എന്നും പറഞ്ഞിട്ട് അയാൾ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ സമയം രാത്രി. ആഡം ഇപ്പോഴും അയാളുടെ വർക്കിലാണ്. അയാൾ ആ കാട്ടിൽ പോകുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ മാപ്പിൽ അയാൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയം ക്ലെയർ ആണെങ്കിൽ കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ കളക്ട് ചെയ്ത സാമ്പിൾ ഉണ്ടല്ലോ, ആ കറുത്ത സാധനം, അത് അയാൾ ഒരു മൈക്രോസ്കോപ്പിലേക്ക് വെച്ചിട്ട് അത് പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയുടെ റിസൾട്ട് അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഒരു സൂക്ഷ്മജീവി വളരെ വേഗത്തിലാണ് വളർന്നത്. മാത്രമല്ല അത് മറ്റൊരു സെല്ലിനെ കുത്തി ഓട്ടയാക്കുകയും ചെയ്തു. ഈ സമയം തന്നെ ക്ലെയർ ആണെങ്കിൽ കുഞ്ഞിനെ ഉറക്കി അതിന്റെ തൊട്ടിലേക്ക് കിടത്തി. എന്നിട്ട് അതിനെ പുതപ്പിച്ച് കഴിയുമ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുതപ്പിലായിട്ട് കറുത്ത കളറിലുള്ള ഒരു ലിക്വിഡ്. മുകളിലേക്ക് നോക്കിയപ്പം റൂഫിൽ നിന്നാണ് അത് വന്ന് വീഴുന്നത്. ചെളി പോലെ ഇരിക്കുന്നു. ഇതേ സമയം തന്നെ ആഡം ആണെങ്കിൽ ആ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഒരു ഉറുമ്പിന്റെ ഫോട്ടോ അയാൾ പ്രിന്റ് എടുത്തു. ഈ ഉറുമ്പിന്റെ ശരീരത്തിലും ആ കറുത്ത സാധനമായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലെയർ അങ്ങോട്ട് വരുന്നത്. അവൾ പറയുന്നത്, ആ റൂഫിൽ നിന്ന് എന്തൊക്കെയോ ലീക്ക് ആവുന്നുണ്ട്. ഒരു കറുത്ത സാധനം കണ്ടിട്ട് 500-ലധികം വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് വന്നേ. അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ആഡം വേഗം എഴുന്നേറ്റു. എന്നിട്ട് അയാൾ നേരെ പോകുന്നത് തട്ടുംപുറത്തേക്കാണ്. എന്താണ് ആ വീഴുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. എന്നാൽ അവിടെ ചെന്ന് പരിശോധിച്ചിട്ട് അയാൾ ഒന്നും കാണുന്നില്ല. എന്നാൽ വേറെ കുറെ ഫയൽസ് ഒക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നതാണോ. അങ്ങനെ ആ ഫയലുകളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പുള്ളി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അയാൾ ഇരിക്കുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ട് നാരുകൾ പോലെ എന്തോ വളർന്നിട്ടുണ്ട്. അത് അനങ്ങുന്നതും കാണാം, പക്ഷെ ആഡം അത് കാണുന്നില്ല. അങ്ങനെ തട്ടുംപുറത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഡം ഇപ്പൊ ക്ലെയറിന്റെ അടുത്തെത്തി. അവൾ കിച്ചണിലെ വർക്കിലാണ്.
അങ്ങോട്ട് വന്നു കഴിഞ്ഞ് അയാൾ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. അത് ക്ലെയറിനും അയാൾ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 പുകയെടുത്തതിന് ശേഷം അയാൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവളോട് പറയാണ്. അതായത് ആ ഉറുമ്പിന്റെ ശരീരത്തിൽ കയറിയ ആ ഫംഗസ് ഉണ്ടല്ലോ, അതിനൊരു കഴിവുണ്ട്. അതായത് അതിന് ഉറുമ്പിന്റെ തല തുളച്ച് കയറി ആ ഉറുമ്പിന്റെ മൈൻഡിനെ കൺട്രോൾ ഏറ്റെടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളാണ് അയാൾ അവളോട് പറയുന്നത്. ഈ സമയം തന്നെ ഫിന്നാണെങ്കിൽ നല്ല ഉറക്കമാണ്. അവിടെ ഒരു ലൈറ്റിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മാത്രമല്ല അത് കറങ്ങുമ്പോൾ അതിലെ ചിത്രങ്ങളൊക്കെ അവിടുത്തെ ചുമരിൽ ഇങ്ങനെ വലുതായിട്ട് കാണുകയും ചെയ്യാം. ഈ സമയം ആഡവും ക്ലെയറും കിച്ചണിൽ തന്നെയാണ്. ഇപ്പൊ കുട്ടി മുകളിലായതുകൊണ്ട് കുട്ടി ഉണർന്നോ എന്നറിയാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസിലൂടെ അത് കേൾക്കാം. ഇപ്പൊ ആ ഡിവൈസിലൂടെ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആദ്യം അവർ വിചാരിച്ചത് കുട്ടി എന്തെങ്കിലും സ്വപ്നം കണ്ട് കരയുന്നതായിരിക്കുന്നതാണ്. എന്നാൽ പിന്നീട് കുട്ടി വല്ലാണ്ട് കരയാൻ തുടങ്ങി. അതിന് തുറന്ന് അവർ വേഗം തന്നെ കുഞ്ഞിന്റെ റൂമിലേക്ക് ഓടി. മുകളിലേക്ക് ചെല്ലുന്ന സമയം കുഞ്ഞിന്റെ റൂമിൽ എന്തോ വീണ് പൊട്ടിയ ശബ്ദവും കേട്ടു. ആദ്യം കുഞ്ഞിന്റെ റൂമിലേക്ക് ഓടിയെത്തിയത് ക്ലെയർ ആണ്. അതിൽ അകത്തേക്ക് കയറുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡോർ അടഞ്ഞത്. അത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. അങ്ങനെ വേഗം തന്നെ അവർ രണ്ടുപേരും കൂടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. എന്നിട്ട് ക്ലെയർ ചെന്നിട്ട് കുട്ടിയെ എടുത്തു. ഈ സമയം അവർ നോക്കുമ്പോൾ അവിടുത്തെ ജനല് തകർന്നു കിടക്കാണ്. മാത്രമല്ല ആ ലൈറ്റ് വീണ് പൊട്ടുകയും ചെയ്തു. ആഡം ചെന്നിട്ട് ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് അവിടെ ഒന്നിനെ കാണുന്നുമില്ല. ഇത് ഇവരെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ആ ഡോൺലി ചെയ്ത പണിയായിരിക്കും എന്നാണ് ആഡം വിചാരിച്ചത്. അങ്ങനെ ആഡം വേഗം വെളിയിലേക്ക് ഇറങ്ങി ആ പരിസരം മൊത്തം നോക്കി. എന്നാൽ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അതുകൊണ്ട് അയാൾ വേഗം ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിച്ചു. ഈ സമയം ക്ലെയറിന്റെ കയ്യിലിരുന്ന് കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിലാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു പോലീസുകാരനെ കണ്ടെത്തി. അയാൾ ആ ജനലിൽ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് ഇത് ഏതെങ്കിലും പക്ഷി വന്നിടിച്ചതായിരിക്കുന്നതാണ്. അതേക്കുന്ന ആഡം ചോദിക്കുന്നത് പക്ഷി വന്നിടിച്ചതോ? പക്ഷി എങ്ങനെയാണ് അകത്തേക്ക് കയറി ഒരു ലൈറ്റ് തട്ടി മറിച്ചിടുന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കുക ആഡം. ഇത് നിന്റെ ലണ്ടൻ അല്ല, ഇത് കാടാണ്. രാത്രി കാലങ്ങളിൽ ഇവിടെ ഇതുപോലത്തെ പലതും സംഭവിക്കും എന്നും പറഞ്ഞ് അയാൾ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അയാൾ പറയുന്നത് ഈ വില്ലേജിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഇവിടേക്ക് താമസം മാറിയത് ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. വളരെ പ്രത്യേകതയുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ കാടിനെ കുറിച്ച് അവർക്ക് ചില വിശ്വാസങ്ങളും ഉണ്ട്. അതായത് എന്തൊക്കെയോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ഒക്കെ ഈ കാട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് കാടിനെ ശല്യപ്പെടുത്തരുത് എന്നവർ വാശി പിടിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഡോൺലി. അയാളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഒരു ദിവസം കാട്ടിലേക്ക് പോയ അയാളുടെ മകളെ പിന്നീട് കാണാനില്ല. ഒരുപാട് അന്വേഷിച്ചു, എന്നിട്ടും കിട്ടിയില്ല. ആ കാട് തന്നെ അവളെ എടുത്തതാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാനൊരു വരുത്തനായതുകൊണ്ട് ഈ കഥകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അവരുമായിട്ട് അടിച്ചു നിൽക്കാനും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം ആ പോലീസുകാരൻ അവിടുന്ന് പോയി. അങ്ങനെ പോലീസുകാർ അവിടുന്ന് പോയതിനു ശേഷം ആഡമും ക്ലെയറും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ക്ലെയർ ആണെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. അവൾ പറയുന്നത് ഒരു പക്ഷി വന്ന് ജനൽ പൊട്ടിക്കും എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ ആ പോലീസുകാരൻ പറഞ്ഞ പോലെ ഈ കാട്ടിനകത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അവരാണെങ്കിലും ഇതൊക്കെ ചെയ്ത് നിനക്കെന്താ ക്ലെയർ? അതൊക്കെ അയാൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഞാനിപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ചു. വന്ന പാടെ ആ ഡോൺലി ചെന്ന് കണ്ടാൽ മതിയായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ കാലിൽ ചില മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ആ പൊട്ടി വീണ ചില്ലിൽ ചവിട്ടിയിട്ട് അതിലൊക്കെ അയാൾ ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അവളോട് ഉറങ്ങാൻ പറഞ്ഞതിന് ശേഷം ആഡം വേഗം അയാളുടെ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് തെളിവിന് വേണ്ടി പുറത്തുനിന്ന് ആ ജനൽ പൊട്ടി കുറെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്താണ് കാട്ടിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടത്. അയാളിപ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് ക്യാമറ ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നാൽ ആ ക്ലിക്ക് ചെയ്ത സമയം ഒരു വല്ലാത്ത രൂപത്തെ അയാൾ കണ്ടു. എന്നാൽ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുമില്ല. അങ്ങനെ പിന്നെ അയാൾ ക്യാമറ എടുത്ത് നോക്കി. എന്നാൽ ഇപ്പം ആ രൂപത്തെ ആ കാട്ടിൽ കാണുന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് അയാൾ മറ്റൊരു കാഴ്ച കണ്ടത്. അത് അയാളുടെ പട്ടിയായ ഇഗ്ഗിയായിരുന്നു. അതിങ്ങനെ കാട്ടിലൊരു സ്ഥലത്തേക്ക് നോക്കി അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുന്ന ആഡം ഇഗ്ഗിയുടെ അടുത്തേക്ക് ചെന്നു. ഇഗ്ഗി എന്തോ കണ്ടിട്ടുണ്ട് എന്ന കാര്യം ആഡമിന് മനസ്സിലായി. പക്ഷെ അതെന്താണെന്ന് അവൻ അറിയത്തില്ല. ഇഗ്ഗി ഇപ്പോൾ നോക്കുന്നത് അവരുടെ ജനറേറ്റർ റൂമിന്റെ അടുത്തേക്കാണ്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ആഡം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. പക്ഷെ ഒന്നിനെ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തിരിച്ചിറങ്ങി. വീട്ടിലേക്ക് ചെന്ന് സോഫയിലാണ് അയാൾ കിടന്നുറങ്ങിയത്. എന്നാൽ എഴുന്നേറ്റപ്പോഴോ സമയം ഉച്ചയായി. എഴുന്നേറ്റ് ഉടനെ തന്നെ അവൻ ക്ലെയറിനോട് പറയുന്നത് ഞാൻ പോയിട്ട് വിൻഡോ ശരിയാക്കിയിട്ട് വരാനാണ്. അതേക്കുമ്പോൾ വിൻഡോ ശരിയാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ പോയിട്ട് ആ ഡോണിലേക്കാണ്, എങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. എനിക്ക് മനസ്സിലായി ക്ലെയർ, ഇന്ന് രാത്രി തന്നെ അയാളെ ഞാൻ പോയി കാണുന്നുണ്ട് എന്നും പറഞ്ഞ് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത്തവണ പോകുമ്പോഴും കുഞ്ഞയാളുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ അയാൾ നേരെ പോകുന്നത് സിറ്റിയിലുള്ള ഒരു കടയിലേക്കാണ്. ആ ജനൽ പൊട്ടിയത് ശരിയാക്കാൻ വേണ്ടി. കാട്ടിന് നടുവിലൂടെയുള്ള റോട്ടിലൂടെയാണ് അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി അയാൾ ഒരു കാസറ്റ് എടുത്തിട്ടു. ഈ സമയം തന്നെ ക്ലെയർ ആണെങ്കിലും വീട്ടിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊരു കൂട്ടിനായിട്ട് അവരുടെ പട്ടിയുണ്ട്. അങ്ങനെ ക്ലീനിങ്ങിന്റെ ഇടയിലാണ് അവളൊരു കാര്യം കാണുന്നത്. കുഞ്ഞിന്റെ പുതപ്പിനകത്ത് ആ കറുത്ത സാധനം എല്ലാം കൂടെ അങ്ങനെ കട്ട പിടിച്ച് കിടക്കാണ്. വേഗം തന്നെ അവളത് ഫേസ് കവറിലേക്ക് ആക്കി. അതിനിടയിൽ ഇഗ്ഗിയാണെങ്കിൽ എന്തോ മണം പിടിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. ഈ സമയം തന്നെ ആഡമിന്റെ കാറ് ഇപ്പൊ സിറ്റിയിലേക്ക് പ്രവേശിച്ചു. ഇവനെ കുറിച്ച് ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവനിപ്പോ കാറിൽ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവിടെ 4 പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാം ഒരു വല്ലാത്ത നോട്ടമാണ് അവൻ നോക്കുന്നത്. അങ്ങനെ ആഡം ഇപ്പം ആ ജനലുമായിട്ടൊരു കടയിലേക്ക് കയറി. എടാ കടക്കാരൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അതായത് അതിന്റെ ചില്ല് പൊട്ടാൻ കാരണം ഒരു പക്ഷിയാണെന്ന്. എന്നാൽ ഈ കടക്കാരനും ഈ ആഡമിനെ അറിയാം. ആ ജനലും മേടിച്ചതിന് ശേഷം അയാൾ പറയുന്നത് ഇത് പക്ഷി പൊട്ടിച്ചൊന്നുമല്ല, നീ ആ കാട്ടിലേക്ക് അതിക്രമിച്ച് കയറിയവനല്ലേ, അതുകൊണ്ട് തന്നെ ആ കാട്ടിലുള്ളവരും നിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതാണ്. പിന്നെ ഞാനിത് നന്നാക്കി തന്നു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയോട് പറയണം എല്ലാ ജനലിന് ചുറ്റുമായിട്ട് ഇരുമ്പ് പട്ടകൾ അടിക്കാൻ. നിങ്ങളതൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം എന്നും പറഞ്ഞിട്ട് അയാൾ ആ ജനലൊക്കെ ശരിയാക്കി.
ഈ സമയം ക്ലെയർ ആണെങ്കിൽ തുണിയൊക്കെ കഴുകി അവിടെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ പുറകില് ആ ഡോൺലി മകനും വരുന്നത്. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അയാൾ വന്നു കണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. ഈ സമയം അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. അയാൾ പറയുന്നത്, എനിക്ക് പ്രാന്തുണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് അയാൾ ഒരു പഴയ പുസ്തകം അവിടെ വെച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവൾ ചെന്നിട്ട് ആ പുസ്തകം എടുത്തു. ഈ സമയം തന്നെ ആഡം ആണെങ്കിൽ സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. അവിടെ ഇവിടങ്ങളിലായിട്ട് ചില വീടുകളൊക്കെ കാണാം. എന്നാൽ അതിലൊന്നും തന്നെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിക്കുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ പാവ താഴേക്ക് വീണു വന്നത്. അതിനെ തുറന്ന് കുഞ്ഞ് കരയാനും തുടങ്ങി. ഇനിയിപ്പോൾ പാവ എടുത്ത് കുഞ്ഞിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കരച്ചിൽ നിർത്തത്തില്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടി ഓടിച്ചുകൊണ്ട് ആഡം ഇപ്പൊ പാവ എടുക്കാൻ വേണ്ടി കുനിഞ്ഞു. പെട്ടെന്നാണ് അവരുടെ മുമ്പിലേക്ക് ആ ഡോൺലി വരുന്നത്. അത് കണ്ടതും ആഡം ബ്രേക്ക് ഓട്ടി. എന്നാൽ ആഡം അവിടെ ഇറങ്ങുന്നില്ല. ഡോൺലി ഒന്ന് നോക്കിയതിനു ശേഷം അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോയി അവരിപ്പോ കാട്ടിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിച്ചത്. അയാളിപ്പോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാസറ്റിന്റെ ഓലകളൊക്കെ ആ സ്റ്റീരിയോയിൽ നിന്ന് വെളിയിലേക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല കാറിന്റെ കൺട്രോളും പോകുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും കാറിന്റെ കൺട്രോൾ ആയി കിട്ടുന്നില്ല. വേറെ ആരും അത് കൺട്രോൾ ചെയ്യുന്ന പോലെ. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആഡം വണ്ടി നിർത്തി, അതും കൊടും കാട്ടിന് നടുവിൽ. ഈ സമയം കുഞ്ഞാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഉറക്കെ കരയുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങി ആഡം വണ്ടിയുടെ ബോണറ്റ് നോക്കി. എന്നാൽ എഞ്ചിനിലേക്ക് നോക്കിയപ്പോൾ എഞ്ചിനകത്ത് ആ കറുത്ത ഫംഗസ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചേ ഉള്ളതിൽ. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നിനും കാണുന്നില്ല. അതുകൊണ്ട് അയാൾ പിന്നെയും ആ എഞ്ചിനിൽ പണിയാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കുറച്ചപ്പുറത്ത് വീണ്ടും ശബ്ദം കേട്ടത്. അതുകൊണ്ട് അയാൾ ആ ഭാഗത്തേക്ക് നടന്നു. ഈ സമയം അയാൾ കുറച്ചപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം അനങ്ങുന്ന കണ്ടു. പക്ഷെ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കണ്ടില്ല. അതുകൊണ്ട് അയാൾ കാറിന്റെ പുറകിലേക്ക് ചെന്നിട്ട് ഡിക്കി തുറന്നു, എന്തൊരു സാധനം എടുക്കാൻ വേണ്ടി. എന്നാൽ പെട്ടെന്നാണ് പുറകിൽ നിന്ന് ആരോ അയാളെ പിടിച്ച് തള്ളിയത്. അതോടുകൂടെ അയാൾ ഡിക്കിലേക്ക് വീണു. മാത്രമല്ല ഡിക്കി ക്ലോസ് ആവുകയും ചെയ്തു. പിന്നീട് അയാൾക്ക് ബോധം വന്നപ്പോൾ അയാൾ ആ ഡിക്കിക്കകത്ത് തന്നെ കിടക്കുകയാണ്. അയാൾ ടോർച്ച് അടിച്ച് നോക്കി. ഈ സമയമാകുമ്പോഴേക്കും രാത്രിയായിട്ടുണ്ട്. കാറിനകത്തുനിന്ന് കുഞ്ഞിന്റെ ഉറക്കെയുള്ള നിലവിളിയും കേൾക്കാം. മാത്രമല്ല കാർ ആരോ തുറക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ അയാൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് പുറകിലത്തെ സീറ്റിനിട്ട് കുത്തി എന്നിട്ട് അത് തുളച്ചിട്ട് വേഗം തന്നെ കാറിന്റെ പുറകിലത്തെ സീറ്റിലേക്ക് കയറി. എന്നാൽ നോക്കുമ്പോൾ കുഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ ആഡം കുഞ്ഞിനെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി ആ കാറിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട അയാൾ ഞെട്ടിപ്പോയി. വലുതെന്തോ ആ കാറ് മൊത്തം ഇങ്ങനെ മാന്തിരിക്കുകയാണ്. മാത്രമല്ല ആ കറുത്ത സാധനം അതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം വീട്ടിലേക്ക് ഓടി. ഇപ്പൊ അധിക ദൂരമൊന്നുമില്ല ഇനി വീട്ടിലേക്ക്. കാട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വലിയൊരു പാടമുണ്ട്. അതിലാണ് അയാൾ ഓടിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ വീട്ടിലേക്ക് എത്തി. എന്റെ കുഞ്ഞിനെ ക്ലെയറിനെ ഏൽപ്പിച്ചു. ഡോൺലി വന്ന കാര്യമൊക്കെ ക്ലെയർ അവിടെ നിന്ന് പറയുന്നുണ്ട്. അയാളൊന്നും കേൾക്കുന്നില്ല. അയാളിപ്പോൾ പറയുന്നത് നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്നതാണ്. പക്ഷെ എന്താ കാര്യം എന്നൊന്നും അയാൾ പറയുന്നില്ല. പോലീസിനെ വിളിക്കുന്നു പറഞ്ഞതിന് ശേഷം അയാൾ ചെന്നൊരു തോക്കെടുത്തു. എന്റെ ക്ലെയറിനെയും കൊണ്ട് നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി. മുകളിലത്തെ നിലയിലേക്ക് എത്തിയതിനു ശേഷം ആ ജനലിലൂടെ അയാൾ പുറത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. കുറച്ച് ലൈറ്റുകളൊക്കെ അവിടെ പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം അയാൾ തോക്കിലുണ്ട നിറച്ചു. എന്നാൽ പെട്ടെന്നാണ് സ്വിച്ച് ഇട്ട പോലെ വീട്ടിലെ ലൈറ്റ് മൊത്തം കെട്ടുപോയത്. അതിനിടയിൽ ക്ലെയർ ഫോൺ എടുത്തപ്പോൾ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് താഴത്തെ നിലയിൽ നിന്നും എന്തൊക്കെ വീണ് പൊട്ടുന്ന ശബ്ദം കേട്ട്. അതിനെ തുറന്ന് നീ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ആഡം വേഗം തോക്കെടുത്ത് താഴേക്ക് ഇറങ്ങി. അയാൾ കോണിപ്പടി ഇറങ്ങി വരുമ്പോൾ അപ്പുറത്തെ റൂമിലെ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ആ ഡോൺലിയുടെ പണിയാണ് എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്നെ ഇവിടുന്ന് ഓടിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് നേരിട്ടൊക്കെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ വന്ന് പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അതോട് മര്യാദയ്ക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എന്നാൽ തിരിച്ചൊരു മറുപടിയും കിട്ടുന്നില്ല. ഈ സമയം അവിടുത്തെ ഡോറിലായിട്ട് ചെറിയൊരു വിൻഡോ ഉണ്ട്. അതിനപ്പുറത്തുനിന്നാണ് ആ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. ആഡം ഇപ്പം ആ വിൻഡോയിലേക്ക് നോക്കി. പെട്ടെന്നാണ് ഒരു നിഴൽ അതിൽ ഓടിപ്പോയത്. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ രൂപ അവിടുന്ന് മാറിയതിനു ശേഷം അയാൾ പതുക്കെ വാതിൽ തുറന്നു. എന്നാൽ എന്തൊരു ശബ്ദം കേട്ടപ്പോൾ അപ്പം തന്നെ അയാൾ വെടിപൊട്ടിക്കുകയും ചെയ്തു. അത് പിന്നെ നോക്കിയിട്ട് ഒന്നിനും കാണുന്നുമില്ല. ഈ സമയമ്പോഴേക്ക് ശബ്ദം കേട്ട് ക്ലെയർ താഴേക്ക് ഇറങ്ങി. അതിനിടയിൽ ആഡമാണെങ്കിൽ ആ കിച്ചണൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും അയാൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം ഡോൺലി ചെയ്താണെന്നാണ്. ഇപ്പൊ ക്ലെയർ അങ്ങോട്ട് വരുമ്പോൾ ആ കാര്യമാണ് അയാൾ അവളോട് പറയുന്നത്. അവളാണെങ്കിൽ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ആഡമാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടെ മൊത്തം തല്ലി പൊളിക്കാൻ തുടങ്ങി. കാരണം അയാൾക്ക് ആ ഡോൺലിയുടെ അടുത്ത് അത്രയും ദേഷ്യമുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ക്ലെയർ പറയുന്നത് ഇതൊക്കെ തല്ലി പൊളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോവാം. അതേക്കുമ്പോൾ ഇല്ല, നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. ആകെ ഒരൊറ്റ മാസമായിട്ടുള്ളൂ നമ്മളിവിടെ വന്നിട്ട്, നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടത് എന്നൊക്കെയാണ് ആഡം ചോദിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോഴാണ് നേരത്തെ ഡോൺലി അവിടെ കൊണ്ടുവച്ച ആ പുസ്തകം ആഡമിന് കിട്ടിയത്. അവിടെ തുറന്നു നോക്കുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില കഥകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളത് വലിയ കാര്യമാക്കിയതുമില്ല. എന്നാൽ ക്ലെയറും അല്ലാതെ പേടിച്ചുകൊണ്ട് അവള് പറയുന്നത് നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാമെന്നാണ്. അവളിങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ അയാളത് സമ്മതിച്ചു. അങ്ങനെ വേഗം തന്നെ അവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് നടക്കുന്ന സമയം അവരവരുടെ നായയുടെ ശബ്ദം കേട്ടു. അതിനെ തുറന്ന് അവരൊരു വീട്ടിനുള്ളിലേക്ക് കയറി. ഈ സമയത്ത് നോക്കുമ്പോൾ ഇഗ്ഗിയാണെങ്കിൽ ആ കറുത്ത സാധനത്തിനെ വായിൽ കടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല അതൊരു വല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. ആഡം അവന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇഗ്ഗിയുടെ ഒരു കണ്ണ് ചുവന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ ഇഗ്ഗിയും കൂട്ടി ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അവർ നേരെ പോകുന്നത് അവരുടെ കാറിന്റെ അടുത്തേക്കാണ്.
എന്നാൽ ആ കാറിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇഗ്ഗി വല്ലാണ്ട് കുരച്ചത്. അപ്പുറത്തായിട്ട് ഒരു കറുത്ത രൂപം നിൽക്കുന്നു. അതിനെ തുറന്ന് ഇഗ്ഗി വേഗം ആ കറുത്ത രൂപത്തിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ ഇഗ്ഗി അങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നീട് അവന് നിലവിളിയാണ് കേട്ടത്. അതിനെ തുറന്ന് ആഡം അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അയാൾ ഉറക്കാലറി ആരാണെങ്കിലും കൺമുന്നിലേക്ക് വാടാന്നും പറഞ്ഞിട്ട്. എന്നാൽ ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ വേഗം തന്നെ ആഡം വണ്ടി ശരിയാക്കാൻ വേണ്ടി അതിന് ബോണറ്റ് തുറന്നു. അതിലിപ്പോൾ അയാൾ നോക്കുമ്പോൾ കുറെ കൂടെ ആ കറുത്ത ഫംഗസ് ആ എഞ്ചിനിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് മുഴുവൻ എടുത്തു മാറ്റണം. അങ്ങനെ ആഡമിന്റെ നിർദ്ദേശപ്രകാരം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്ലെയർ വണ്ടിക്കകത്ത് കയറി. ഈ സമയം ആഡം ആണെങ്കിൽ ആ ഫംഗസിനൊക്കെ എടുത്ത് മാറ്റാനും തുടങ്ങി. പക്ഷെ ക്ലെയർ എന്ത് കാണിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കുറേ നേരം അവൾ നോക്കി. ക്ലെയർ ഇപ്പം അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പം ആ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. 2-3 രൂപങ്ങൾ അവളുടെ കാറിന്റെ പുറകിലായിട്ട് നിൽക്കുന്നു. അവറ്റകളിപ്പം അവരുടെ കാറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആഡം ആണെങ്കിൽ ആ ഫംഗസ് ഒക്കെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അതിനിടയിൽ ആ രൂപങ്ങളാണെങ്കിൽ ആ കാറിന്റെ തൊട്ടടുത്തേക്ക് എത്തി. അത് കണ്ട് ക്ലെയർ പേടിച്ച് ആഡമിനെ വിളിച്ചു. എന്നിട്ട് വേഗം തന്നെ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. ഇത്തവണ വണ്ടി സ്റ്റാർട്ടായി. അതിനെ തുടർന്ന് അയാൾ കാറിന്റെ ബോണറ്റ് അടച്ചപ്പം വണ്ടിക്ക് മുന്നിലായിട്ടും 2-3 ജീവികൾ നിൽക്കുന്നു. അത് കണ്ട് പേടിച്ച് അവൾ ഉറക്കാൻ നിലവിളിച്ചു. ഇപ്പൊ ആഡമോ ആ ജീവികളെ കണ്ടു. അയാൾ വേഗം തന്നെ വണ്ടിയിലേക്ക് ഓടിക്കയറി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. അവരിപ്പോൾ പോകുന്നത് വലിയൊരു ഫീൽഡിലൂടെയാണ്. ആ ജീവികൾ ഇപ്പോഴും അവരുടെ പുറകെയുണ്ട്. ആ കറുത്ത സാധനം ആ ജീവികൾ ഇപ്പോൾ കാറിന് മേലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവരാണെങ്കിൽ വണ്ടി എവിടെയും നിർത്തുന്നില്ല. നല്ല വേഗതയിലാണ് പോകുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയുടെ പ്രേതത്തിനെ അവർ കാണുന്നത്. അത് കണ്ട് അവർ വണ്ടി വെട്ടിച്ചപ്പം വണ്ടി അപ്പുറത്തേക്ക് മറഞ്ഞുപോയി. പക്ഷെ ഭാഗ്യത്തിന് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. ഇപ്പോഴും ആ ജീവികൾ ആ ഫീൽഡിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. നടക്കുന്ന വഴിക്ക് അവർ തിരിഞ്ഞു നോക്കിയപ്പം ആ ജീവികൾ അവരുടെ കാറിന്റെ തൊട്ടടുത്തേക്ക് എത്തി. അങ്ങനെ വേഗം തന്നെ അവർ ഓടി വീട്ടിൽ കയറി. ഇപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ഇതിനൊന്നും പുറകിൽ ആ ഡോൺലി അല്ല. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ പറയുന്നതൊക്കെ സത്യമാണ്. ഈ കാട്ടിനകത്ത് കുറെ ജീവികളുണ്ട്. അങ്ങനെ ആഡം എഴുന്നേറ്റിട്ട് ആ ഡോറിന്റെ കീ ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ജീവികൾ വല്ലതും ഉണ്ടോന്ന് അറിയാൻ. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി അവന്റെ കണ്ണിലൊരു കുത്തുകൊടുത്ത്. അതോടുകൂടെ അവൻ പുറകിലേക്ക് തെറിച്ചു വീണു. അവന്റെ കണ്ണിൽ നിന്നപ്പോൾ ചോരയും വന്നു. അവരിപ്പോൾ ആ ഡോറിലേക്ക് നോക്കുമ്പോൾ ആ ജീവി ആ ഡോർ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ കീ ഹോളിലൂടെ ആ കറുത്ത സാധനം ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അതിങ്ങനെ ഒലിച്ചിറങ്ങുന്നതിന്റെ കൂടെ വാതിലിന്റെ ആ ഭാഗവും ദ്രവിച്ചു പോകുന്നുണ്ട്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം ആഡം അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ ആ ഡോറിന്റെ അടുത്തെത്തി പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ജീവി അവിടെ നിൽക്കുന്നു. അതിപ്പോൾ അവനെ നോക്കി നാലറി. അത് കണ്ടതും അവൻ ടോർച്ച് വെച്ചിട്ട് അതിനൊരു കുത്തു കൊടുത്തിട്ട് ആ ഡോർ അടച്ചു. അങ്ങനെ ഡോറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം ആഡം ഇപ്പോൾ ക്ലെയറിനോട് പറയുന്നത്, നീ ഇവിടെ നിൽക്ക്, ഈ ടോർച്ചൊക്കെ കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജനറേറ്റർ ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ് മറ്റേ കുഞ്ഞു കരഞ്ഞാൽ കേൾക്കുന്ന ആ ഡിവൈസ് ഉണ്ടല്ലോ അതിലൊരെണ്ണം അവക്ക് കൊടുത്തിട്ട് അവൻ വേഗം വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം തന്നെ ക്ലെയർ ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നേരെ തട്ടുംപുറത്തേക്കാണ് കയറുന്നത്. അങ്ങനെ ആഡം വീടിന്റെ പുറത്തെത്തി. അവിടെ ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ വേഗം ആ ജനറേറ്റർ റൂമിലേക്ക് കയറാണ്. ഈ സമയം തന്നെ ക്ലെയർ ആണെങ്കിൽ കുഞ്ഞിനെ ഭദ്രമായിട്ടൊരു സ്ഥലത്തേക്ക് കിടത്തി. അതിനിടയിലാണ് ആ തട്ടുംപുറത്തേക്ക് കയറുന്ന ആ ഡോറിലൊരു മുട്ട് കേൾക്കുന്നത്. അവൾ ചെന്നിട്ട് അങ്ങ് ടോർച്ച് അടിച്ച് നോക്കി. ഇതേ സമയം തന്നെ ആഡം ആണെങ്കിൽ ആ ജനറേറ്റർ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ നോക്കുമ്പോൾ അവിടെ മൊത്തം ആ ഫംഗസ് പിടിച്ചിട്ടുണ്ട്. ഈ സമയം ക്ലെയർ ആണെങ്കിൽ ആ വാതിലേക്ക് ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ കറുത്ത സാധനം ആ വാതിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി. മാത്രമല്ല ആ വാതിലിന്റെ ആ ഭാഗം ദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവളാണെങ്കിൽ ശരിക്കും പേടിച്ചുപോയി. പെട്ടെന്നാണ് ഒരു ക്രീച്ചറിന്റെ കൈ എതിരെ പൊങ്ങി വരുന്നത്. അതിപ്പോൾ അവളെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. അവളാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ വാതിൽ ഇങ്ങനെ തള്ളിപ്പിടിക്കാനും തുടങ്ങി. ഈ സമയമ്പോഴേക്കും ആഡം ആണെങ്കിൽ ആ ജനറേറ്ററിലേക്ക് ഡീസലൊക്കെ ഒഴിച്ചു. എന്നിട്ട് അവൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കൈ അവളെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ആഡം ആ ജനറേറ്റർ ഓണാക്കി. അതോടുകൂടെ അവിടെ ലൈറ്റ് വരികയും ചെയ്തു. അതിന് തുറന്ന കൈ താഴേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് ആഡം നേരെ പോയത് ആ ഇരുമ്പ് പട്ടകളുണ്ടല്ലോ ജനലിലടിക്കുന്ന ആ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമയം അവന്റെ കൈ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ കയ്യിൽ മൊത്തം ആ കറുത്ത സാധനമാണ്. കൈ ഇപ്പൊ പൊള്ളി അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവനൊരു തുണി എടുത്തിട്ട് കൈ മൊത്തം ചുറ്റിക്കെട്ടി. അതിനുശേഷം ആ ഇരുമ്പ് പട്ടകളും എടുത്തിട്ട് നേരെ ക്ലെയറിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ക്ലെയർ ആണെങ്കിൽ തട്ടും പുറന്ന് താഴേക്ക് ഇറങ്ങി. അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ആഡം നേരെ പോയത് ബാത്റൂമിലേക്കാണ്. അവന്റെ കണ്ണ് വല്ലാണ്ട് വേദനിക്കുന്നു. അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി അവൻ കണ്ണാടിയിലേക്ക് നോക്കിയപ്പം അവനിപ്പോൾ ഒരു കൃഷ്ണമണി ഇല്ലാത്ത അവസ്ഥയിലാണ്. വേദന കാരണം അവൻ അവിടെ നിന്ന് കുറെ നേരം കരയുകയും ചെയ്തു. അതിനുശേഷം അവന്റെ കണ്ണൊക്കെ കെട്ടി അവൻ ക്ലെയറിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി. എന്നിട്ട് അവൻ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജനലുകളൊക്കെ ഇരുമ്പുവട്ട വെച്ച് അടിക്കണം എന്നാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വേഗം തന്നെ പണി തുടങ്ങി. അങ്ങനെ ആ പട്ടകളൊക്കെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ജീവി അങ്ങോട്ട് വരുന്നത്. എന്നാൽ അതിന് നേരെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആഡം ഇപ്പോൾ കുഞ്ഞിനെടുത്തു. എന്നിട്ട് ഒരു അറയ്ക്കുള്ളിലേക്ക് കിടത്തുകയാണ്. ഈ സമയത്താണ് ഇതും കണ്ടുകൊണ്ട് ക്ലെയർ വരുന്നത്. ഇതെന്തിനാ കുഞ്ഞിനെ മാറ്റി കിടന്നത്? അവൾ അത് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുന്നതിനേക്കാളും സേഫ് ഈ അറയ്ക്കകത്തിരിക്കുന്നതാണ്. അവൻ ഇനി ഇവിടെ കിടന്ന് കരയാണെങ്കിൽ നമുക്ക് വന്നിട്ട് എടുക്കാം, അതോർത്ത് നീ പേടിക്കണ്ട, നേരം വെളുക്കുന്നവരെ ഇവൻ ഇതിനകത്ത് കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആഡം ആ ഷെൽഫിന്റെ ഡോർ ക്ലോസ് ചെയ്തു. മാത്രമല്ല ആ ഷെൽഫിന് നേർക്ക് ഒരു ലൈറ്റും അവൻ കത്തിച്ചു വെച്ചു. ഇനിയിപ്പോൾ ആ ജീവികൾ വന്നാലും ആ ലൈറ്റ് ഉള്ളത് കൊണ്ട് അവരുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകത്തില്ല. അങ്ങനെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞു. അവരുടെ ജനറേറ്റർ ഇപ്പോഴും ഓണാണ്. അതുകൊണ്ട് അവർ വീട്ടിലെ മുഴുവൻ ലൈറ്റുകളും ഓണാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സമയം ആ ജീവികൾ ആ വീടിന്റെ പരിസരത്ത് തന്നെ കടങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ ലൈറ്റ് ഉള്ളത് കാരണം അവറ്റകൾ വീട്ടിന്റെ അടുത്തേക്ക് അടുക്കുന്നില്ല എന്ന് മാത്രം.
ഈ സമയം ആഡം ആണെങ്കിൽ നേരത്തെ ഡോൺലി കൊണ്ടുകൊടുത്ത ആ പുസ്തകം ഉണ്ടല്ലോ അത് പരിശോധിക്കുകയാണ്. അതിൽ കാട്ടിനകത്തുള്ള ഒരു വീടിന്റെ ചിത്രമൊക്കെ അയാൾ കാണുന്നുണ്ട്. അങ്ങനെ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവികളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ജീവികളെ പറയുന്നത് ഹാലോ എന്നാണ്. ആ ജീവികൾക്കിടയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി അവറ്റകൾ തന്നിരിക്കും. ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നതിനിടയിൽ അയാൾ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടു. ഒരു വികൃതമായിട്ടുള്ള കുഞ്ഞ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പറയുന്നത് ചേഞ്ചിലിംഗ് എന്നാണ്. അതായത് ഇതുപോലത്തെ ജീവികള് നല്ല കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി വികൃതമായ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് പോകും. ഇങ്ങനെ മാറ്റിവെക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ചേഞ്ചിലിംഗ് എന്ന് പറയുന്നത്. അയാൾ ഇപ്പൊ പുസ്തകമൊക്കെ നോക്കുന്നതിനിടയിൽ ഞാൻ പോയിട്ട് കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ക്ലെയർ വേഗം ഷെൽഫിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവൾ ഷെൽഫ് തുറക്കാൻ തുടങ്ങുമ്പോൾ ആഡം അവളെ തടഞ്ഞു. വേണ്ട ക്ലെയർ, ഇപ്പൊ തുറക്കണ്ട. കുഞ്ഞവിടെ നിന്ന് കരയുന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് വഴി നമുക്ക് അത് അറിയാൻ പറ്റുമല്ലോ. ആ ഡിവൈസിന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഫിന്ന് നല്ല ഉറക്കമായിരിക്കും എന്നാണ് ആഡം പറയുന്നത്. അവൾ അത് അനുസരിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു സമാധാനമില്ല. അതുകൊണ്ട് അവൾ നൈസായിട്ട് ആഡം അറിയാതെ ആ ഷെൽഫ് തുറന്നു. എന്നാൽ അതിനകത്തെ കാഴ്ച അവളെ ഞെട്ടിച്ചു കാണുന്നു. ആ ഷെൽഫിന്റെ മുകൾ ഭാഗം പൊളിച്ച് ഒരു ജീവി വന്ന് കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നു. ആ ജീവി ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് നേരെ തട്ടുമ്പുറത്തേക്ക് പോയി. അതാണ് ക്ലെയർ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കം നിലവിളിക്കാണ്. ഈ സമയം ആഡം ചെന്നിട്ട് ഒരു മഴ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ ഷെൽഫ് മൊത്തം വെട്ടിപ്പൊളിച്ചു. അതിനകത്ത് മുഴുവൻ ആ കറുത്ത സാധനമാണ്. ഈ സമയം ജീവി ആ കുഞ്ഞിനെ കൊണ്ട് മൂവ് ആവുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് പോകുന്ന വഴിക്കൊക്കെ അയാൾ ആ മഴ വെച്ചിട്ട് വെട്ടാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടൊന്നും അവർക്ക് അതിനെ പിടിക്കാൻ പറ്റുന്നില്ല. ആ ജീവി ഇപ്പൊ തട്ടുമ്പുറത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ആഡം വേഗം തട്ടുമ്പുറത്തേക്ക് കയറി. അയാൾ നോക്കുമ്പോൾ കുഞ്ഞിനെ പിടിച്ചോണ്ട് ആ ജീവി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു വല്ലാത്ത രൂപം. അയാളിപ്പോ കുഞ്ഞിനെ മേടിക്കാൻ വേണ്ടി ആ ജീവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു ജീവി മുകളിൽ നിന്ന് വന്നിട്ട് അയാളുടെ മുഖത്തൊരു അടി കൊടുക്കുന്നത്. അതോടുകൂടി അയാളുടെ കൺട്രോൾ വിട്ടിട്ട് അയാൾ തട്ടുമ്പുറത്ത് നേരെ താഴേക്ക് വീണു. ഈ സമയം ആ ജീവിയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് മുകളിലേക്ക് പോവുകയും ചെയ്തു. അതിനിടയിൽ ക്ലെയർ വന്നിട്ട് ആഡമിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ നല്ല പെയിൻ കാരണം അവൻ എഴുന്നേൽക്കുന്നില്ല. ഈ സമയം പുറത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ ക്ലെയർ ചെന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ ജീവി ആ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതാണ് അവൾ കണ്ടത്. അതുകൊണ്ട് അവൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ജീവിയുടെ പുറകെ ഓടി. അവൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആഡമാണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് പതുക്കെ അവിടെ നടക്കാൻ തുടങ്ങി. ഈ സമയം ക്ലെയർ ആണെങ്കിൽ ആ ജീവിയുടെ പുറകെ തന്നെയാണ്. അവൾ നോക്കുമ്പോൾ ആ ജീവി കുഞ്ഞിനെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവളും പുറകെ ഓടി. ഈ സമയം തന്നെ ആഡമാണെങ്കിൽ തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. അയാൾക്കിപ്പോൾ ആ ലൈറ്റ് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബൾബൊക്കെ അയാൾ തല്ലിപ്പൊട്ടിച്ചു. ഈ സമയം അയാളുടെ മനസ്സിലേക്ക് വരുന്നത് ഈ സിനിമയുടെ തുടക്കത്തിൽ അയാൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒരു കാര്യം നോക്കിയിട്ടില്ലായിരുന്നു. ആ സൂക്ഷ്മജീവി അറ്റാക്ക് ചെയ്യുന്നത് അതാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ ഈ ഹാലോ എന്ന് പറഞ്ഞ ജീവികൾ ഇയാൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആഡമിന്റെ കൺട്രോൾ അയാൾക്ക് വിട്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായത്. ആ തട്ടുംപുറത്തുനിന്ന് താഴേക്ക് വീണതുകൊണ്ട് അയാളുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ വേഗം ഒരു വട്ടി എടുത്തിട്ട് കാല് മൊത്തം തുണി വെച്ച് ചുറ്റാണ്. ഈ സമയം തന്നെ ക്ലെയർ ആണെങ്കിൽ അവിടെയുള്ള ഒരു ലേക്കിന്റെ അടുത്തേക്ക് എത്തി. നോക്കുമ്പോൾ ആ ലേക്കിന്റെ നടുവിലായിട്ട് അവിടെ കുഞ്ഞ് കിടക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവൾ വേഗം ലേക്കിലേക്ക് ഇറങ്ങി. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് തിരിച്ചു വരികയും ചെയ്തു. ഈ സമയം ആ ലേക്കിന് ചുറ്റുമായി ആ ജീവികളുടെ അലർച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആഡം അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിനെ അവൾ കൊണ്ടുവന്ന് കാണുമ്പോൾ അവൻ കുഞ്ഞിനെ എടുത്തു. എന്നാൽ കുഞ്ഞിനെ നോക്കി കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ അയാൾക്ക് വരാൻ തുടങ്ങി. അയാൾ പറയുന്നത് ഇത് നമ്മുടെ കുഞ്ഞല്ല, നമ്മുടെ കുഞ്ഞിനെ അവർ മാറ്റിയെന്നാണ്. അയാൾക്ക് കുഞ്ഞിനെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് സംശയമായി. ഇത് നമ്മുടെ കുഞ്ഞ് തന്നെയാണ് എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അവൻ ഇത് കേൾക്കുന്നില്ല. അവനിപ്പോ കുഞ്ഞിനെ കൊണ്ട് നേരെ കിച്ചണിലേക്ക് പോയി. അവൾ എന്തു പറഞ്ഞിട്ടും അവൻ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അവനിപ്പോ കുഞ്ഞിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അത് കാണുന്ന ക്ലെയർ അവന്റെ ദേഹത്ത് കമ്പി വെച്ചൊരു കുത്തും കൊടുത്തിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് വെളിയിലേക്ക് ഓടി. എന്നാൽ ആഡമും വിടുന്നില്ല. അവനും അവളുടെ പുറകെ പോവാണ്. പോകുന്ന വഴിക്കൊക്കെ അവനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അത് നമ്മുടെ കുഞ്ഞല്ല, അത് ചേഞ്ചിലിംഗ് ആണ്. നിനക്കതിനെ നമ്മുടെ കുഞ്ഞിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവര് കാണിക്കുന്ന ഒരു ട്രിക്കാണ് എന്നൊക്കെയാണ് അവനിങ്ങനെ വിളിച്ചു പറയുന്നത്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ കുട്ടിയെ കൊണ്ട് വേഗം അവിടെ നിന്ന് ഓടി. അങ്ങനെ അവൾ നേരെ ഓടിക്കേറിയത് ആ ജനറേറ്റർ റൂമിലേക്കാണ്. എന്നിട്ട് കുട്ടിയെ കൊണ്ട് അവിടെ പതുങ്ങിയിരുന്നു. എന്നാൽ ഈ സമയത്താണ് അവിടുത്തെ ഒരു ഡോറും പൊളിച്ചുകൊണ്ട് ആഡം അകത്തേക്ക് കയറി വന്നത്. ഈ സമയമാകുമ്പോഴേക്കും ക്ലെയറിന് ഒരു കാര്യം മനസ്സിലായി. ആഡം ഇപ്പൊ പഴയ ആഡമല്ല, അവന്റെ കൺട്രോൾ മൊത്തം പോയിരിക്കുന്നു. അവനും ഇപ്പൊ ആ ജീവികളെ പോലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അവൾ അത് തട്ടി അവന്റെ മേലേക്കാക്കി. ലൈറ്റ് അടിക്കുമ്പോൾ അവനത് താങ്ങാൻ പറ്റുന്നില്ല. വേദന സഹിക്കാൻ പറ്റാതെ അവൻ താഴേക്ക് കടന്നു. ഈ സമയം അവൾ നോക്കുമ്പോൾ അവന്റെ ദേഹത്തൊക്കെ മാറ്റം വരുന്നുണ്ട്. അവന്റെ മുഖത്തായിട്ട് കൊമ്പുകൾ പോലെ എന്തോ വളർന്നു വരുന്നു. അത് കണ്ട് ക്ലെയർ ജസ്റ്റ് അവന് തൊടാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് കയറുന്നു. അത് പെട്ടെന്നാണ് അവൻ അവളുടെ കാലിൽ കയറി പിടിച്ചത്. അത് കാണുന്ന അവള് അവനെ തട്ടി മാറ്റിയിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഓടി. അവൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആഡം അവിടുന്ന് എഴുന്നേറ്റു. ഈ സമയം അവന്റെ തോളത്തും ആ ജീവികളുടെ പോലത്തെ കൊമ്പുകൾ വളരുന്നുണ്ട്. അവനിപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് അവന്റെ കണ്ണിൽ ചുറ്റിരിക്കുന്ന ആ തുണി ഉണ്ടല്ലോ അത് മാറ്റി. അവന്റെ ഇടത്തെ കണ്ണ് മൊത്തം പോയതായിരുന്നു. എന്നാൽ ഇപ്പം ആ ജീവികളുടേത് പോലത്തെ ഒരു കണ്ണും അവിടെ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ താഴെ കിടന്ന ഒരു വലിയ മഴ എടുത്തു. എന്നിട്ട് അതിൽ തുണി ചുറ്റിയിട്ട് അതിൽ തീ കത്തിക്കുകയാണ്. എന്നിട്ട് അതുമായിട്ട് ക്ലെയറിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവളെയും വിളിച്ചുകൊണ്ട് അവൻ നേരെ കാട് കയറുകയാണ്. എന്നാൽ എവിടെയും ക്ലെയറിനെ കാണുന്നില്ല. അങ്ങനെ അവൻ നടന്ന് എത്തിച്ചേർന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഇവൻ പോയൊരു വീടുണ്ടല്ലോ, ആ സാമ്പിൾ കളക്ട് ചെയ്ത് അങ്ങോട്ടാണ്. അതിനുള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവൻ നേരത്തെ കാണാതിരുന്ന വേറെയും കുറേ സ്പേസ് അതിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെന്നു. ആദ്യം തന്നെ അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അത് അവന്റെ പട്ടിയായിരുന്നു. അതിപ്പോ കറുത്ത ഫംഗസ് പിടിച്ച് അവിടെ നിലത്ത് കിടപ്പുണ്ട്. അതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവികൾ അങ്ങോട്ട് വരുന്നത്. അവറ്റകളിപ്പം അവനിങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും ഇതാണ് ഈ ജീവികളുടെ സ്ഥലം എന്ന കാര്യം അവന് മനസ്സിലായി.
ആ ജീവികൾ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവർക്ക് നേരെ തീ കാണിച്ചു. അത് കാരണം അവറ്റകൾ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതേ സമയം തന്നെ ക്ലെയർ ആണ് ഈ കുഞ്ഞിനെയും കൊണ്ട് വേറൊരു ഭാഗത്തെത്തി. അവള് നോക്കുമ്പോൾ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. അവൾ വേഗം തന്നെ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് വാതിൽ മുട്ടി. എന്നാൽ വാതിൽ തുറന്നത് ആ ഡോൺലി ആയിരുന്നു. ഇത് അയാളുടെ വീടാണ്. അയാളുടെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. അവളിപ്പോൾ അയാളോട് പറയുന്നത് ഇന്ന് രാത്രി അവിടെ താമസിക്കാൻ അവളെ സമ്മതിക്കണമെന്നാണ്. എന്നാൽ അയാൾ കേൾക്കുന്നില്ല. അയാളിപ്പോൾ അവളോട് പറയുന്നത് നിങ്ങളെ സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ ചെയ്തതാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾ കേട്ടില്ല. ഇനി എനിക്ക് നിന്നെ സഹായിക്കാനും പറ്റത്തില്ല. എന്റെ മോക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവളുടെ പേര് കോര എന്നായിരുന്നു. അവൾ ആ ജീവികളെ പിടിച്ചോണ്ട് പോയി. അതാണ് ആ ജീവികളുടെ സ്വഭാവം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അവരെയാണ് ആ ജീവികളെ പിടിച്ചോണ്ട് പോവുക. ഇനിയിപ്പോ ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ജീവികൾ നിന്റെ പുറകെ വരും. അതെനിക്കും അപകടമാണ്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് ഓടിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൾ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് ഓടി. ഈ സമയം ആടമാണെങ്കിൽ ആ ജീവികൾക്കിടയിൽ നിൽക്കുകയാണ്. അവറ്റകൾ ഇങ്ങനെ അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനിടയിലാണ് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടി അയാൾ കാണുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ അവന്റെ അടുത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി. ഇതാണ് ഡോൺലിയുടെ മകളായ കോരയാണ്. അവക്കും മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ട്. അയാൾ അവളെ നോക്കുന്ന കാണുമ്പോൾ അവളിപ്പോൾ അയാൾക്ക് നേരെ കൈ നീട്ടി. അവളുടെ കയ്യിലുണ്ടായിരുന്നത് നേരത്തെ ഇവന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ആ വായിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതായിരുന്നു. അതിൽ നിന്നും അപ്പൊ കോരയുടെ കയ്യിലുള്ള കുഞ്ഞാണ് ഒറിജിനൽ ഫിൻ എന്ന കാര്യം ആഡമിന് മനസ്സിലായി. അതുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ ഈ സമയം അവൾ ഉച്ചത്തിൽ അലറാണ്. ഈ ഒരു അലർച്ച പുറത്തു നിൽക്കുന്ന ക്ലെയറും കേട്ടു. അവളിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കാടിന്റെ നടുവിൽ നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ അവളുടെ ക്യാമറയുണ്ട്. അവളെ ചുറ്റി ആ ജീവികളുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ജീവികൾ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവൾ ആ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ 2-3 തവണ ലൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ജീവികളൊക്കെ പുറത്തേക്ക് വന്നു. അവറ്റകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അവളുടെ അടുത്തേക്ക് നടക്കുകയാണ്. അവളാണെങ്കിൽ ആ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ മാറിയിരുന്നു. പക്ഷെ ആ ജീവികൾ വിടത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവൾ ആ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് തന്നെ അവൾ ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവൾ ഒരു പാറയുടെ മുകളിൽ നിന്നും നല്ല താഴ്ചയിലേക്ക് വീണു. എന്നാൽ ഭാഗ്യത്തിന് അവൾക്കൊന്നും പറ്റിയില്ല, കുഞ്ഞിനും. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ആഡം അവളുടെ അടുത്തേക്ക് വരുന്നത്. അവന്റെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ട്. അത് കണ്ടവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം ആഡം അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു. നിന്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കുഞ്ഞല്ല, എന്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞ്. നിന്റെ കയ്യിലിരിക്കുന്നത് അവരുടെ കുഞ്ഞാണ്. അതുകൊണ്ടാണ് അവർ നിന്നെങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്കിതാ, ഏത് നമ്മുടെ ഫിന്നിന് നീ എടുത്തോ എന്നൊക്കെ അയാൾ പറഞ്ഞു. പക്ഷെ അവൾ നോക്കുമ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞും ഫിന്നിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല. അതിനിടയിൽ ആ ജീവികൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ആഡം അവരെ നോക്കി ഒന്ന് അലറി കഴിയുമ്പോൾ ആ ജീവികൾ അടുക്കുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ അവന്റെ കയ്യിലുള്ള കുഞ്ഞിനെ താഴേക്ക് വെച്ചു. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് അവളുടെ കയ്യിലെ കുഞ്ഞിനെ തിരിച്ചു തരാനാണ് അവനിപ്പോൾ അവളോട് പറയുന്നത്. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഒരു ജീവി അലറിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട് ദേഷ്യം വന്ന ആഡം വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അതിനെ ഇങ്ങനെ അടിച്ച് കൊന്നു കളഞ്ഞു. അത്രയും ദേഷ്യം ഉണ്ടായേക്ക്. അങ്ങനെ ആ ജീവിയെ കൊന്നതിന് ശേഷം അയാൾ മുകളിലേക്ക് നോക്കി ഒരൊറ്റ അലർച്ച. ഈ സമയത്താണ് മറ്റൊരെണ്ണം അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അയാൾ അയാളുടെ കയ്യിലെ മഴു എടുത്തിട്ട് അതിന്റെ തല അങ്ങോട്ട് വെട്ടി കളഞ്ഞു. ഇതൊക്കെ കണ്ട് ക്ലെയർ ആണെങ്കിൽ ശരിക്കും പേടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ അതിന്റെ പണി തീർത്തതിന് ശേഷം ആഡം ഇപ്പൊ ക്ലെയറിന് നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കാണ്, കുഞ്ഞിനെ മാറ്റിയെടുക്കാൻ. എന്നാൽ ആ കാര്യം അയാൾ പറഞ്ഞു തീർന്നതും പെട്ടെന്നൊരു ജീവി അയാളുടെ പുറകിൽ വന്ന് അതിന്റെ കൈ അയാളുടെ പുറത്തൂടെ കുത്തിയിറക്കി. അതോടുകൂടെ അയാൾ താഴെ വീണു. ഇതെല്ലാം കണ്ട് പേടിച്ച ക്ലെയർ ആണെങ്കിൽ ആഡം പറഞ്ഞതുപോലെ കുഞ്ഞിനെ മാറ്റിയെടുത്തു. എന്നിട്ട് വേഗം തന്നെ അവിടുന്ന് ഓടി. ഈ സമയമാകുമ്പോഴേക്കും സൂര്യപ്രകാശം ആ കാട്ടിനുള്ളിലേക്ക് വരുന്നുണ്ട്. ക്ലെയർ ആണെങ്കിൽ നിർത്താതെ അവിടുന്ന് ഓടുകയാണ്. ഈ സമയം 2 ജീവികൾ അവൾ അവിടെ വെച്ച കുഞ്ഞുണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് സൂര്യപ്രകാശം അടിച്ചു. അതുകൊണ്ട് കുഞ്ഞിനെടുക്കാതെ ആ 2 ജീവികൾ അപ്പുറത്തേക്ക് പോയി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആഡം അവിടെ തന്നെ കിടക്കുകയാണ്. പക്ഷെ കുത്ത് കിട്ടിയത് കാരണം അയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സൂര്യപ്രകാശം ഇപ്പൊ കുഞ്ഞിന്റെ ദേഹത്തേക്ക് അടിച്ചു. അതോടുകൂടെ ആ കുഞ്ഞ് അതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് വരികയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ആഡം മരിക്കുന്നത്. അങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങിയ ക്ലെയർ നേരെ പോയത് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ്. ആ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആ ഫംഗസ് പിടിച്ചിരിക്കുന്നതാണ്. അവിടുത്തെ വാതിലുകളിലും ജനലുകളിലും മേശയിലും പിന്നെ കുഞ്ഞിന്റെ തൊട്ടിലും എല്ലായിടത്തും ഫംഗസ് ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറിയതിനു ശേഷം അവൾ കുഞ്ഞിനെ ഒന്ന് എടുത്തു. അതിനെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. എന്നാൽ അതിനിടയിൽ ആഡമിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവളിലേക്ക് വന്നു. അത് അവളെ വല്ലാണ്ട് തളർത്തുകയും ചെയ്തു. അങ്ങനെ വളരെ വിഷമത്തോടെ കുഞ്ഞിനെയും പിടിച്ച് അവൾ നിലത്തിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് കുറെ ആൾക്കാർ ആ കാട്ടിൽ നിന്നും മരം വെട്ടുന്നതാണ്. മരമൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം അതൊക്കെ അവരൊരു ട്രക്കിലേക്ക് ലോഡ് ചെയ്തു. എന്നാൽ കുറെ മരങ്ങളിൽ ആ കറുത്ത ഫംഗസും കാണാം. അതിങ്ങനെ വളരുന്നുമുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ആ മരങ്ങളൊക്കെ ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ മരങ്ങളും ലോഡ് ചെയ്തതിനു ശേഷം ട്രക്ക് അവിടുന്ന് പോവുകയും ചെയ്തു. എവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അയക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.